Ang masaya
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരാനായിട്ടുള്ള പ്രധാന കാരണം ഇവിടെ നമ്മൾ മുമ്പിലിരിക്കുന്ന കിരം വൃത്തിയുമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടാണ് എത്തിയത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള അവർ പരസ്യമായിട്ട് അവരുടെ സമ്മതം അറിയിക്കുന്ന ദിവസമാണ്. ഇത്ര നാൾ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം ഉണ്ടായിട്ടുണ്ടാവും, സഹോദരങ്ങളുടെ സഹായം ഉണ്ടായിട്ടുണ്ടാവാം, പിന്നെ കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ടാവാം. പുറമേ ഒത്തിരി സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. തീരുമാനമെടുക്കാൻ ഒന്നും ജനിച്ച സമയം മുതലേ നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ ഒരു അവസ്ഥ വരെ മാതാപിതാക്കൾ തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കുന്നപ്പോൾ അതിന് മാതാപിതാക്കൾ വഴി തിരിച്ചു വിട്ടിട്ടുണ്ടാവുമല്ലോ. ഏത് ജോലി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം മാതാപിതാക്കൾ സഹായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൂടെ പഠിച്ച കൂട്ടുകാർ തിരഞ്ഞെടുത്ത ഏതെങ്കിലും കോഴ്സ് കൂട്ടുകാരെല്ലാം അവരുടെ കൂടെ അങ്ങനെ കോഴ്സ് തന്നെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ കാര്യത്തിന് നിങ്ങളെ കണ്ടുമുട്ടാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഇടയ സഹായകമായിട്ട് കഴിയും. പക്ഷെ ഇവിടെ നിങ്ങൾ ആരുടെയും സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് തീരുമാനം നിങ്ങൾ പറഞ്ഞ് ഇനി നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക്, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായി ജീവിക്കാൻ നല്ല കഴിയുകയുണ്ട്. എന്തെങ്കിലും സംശയമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി. ഇത്രയും വർഷങ്ങൾ കണ്ടിട്ടുണ്ടായി അപ്പനമ്മയൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു. എപ്പോഴും ഒരു പറയുമായിരുന്നു, അവസാനം വരെ വിവാഹം ചെയ്തു പരസ്പരം ഓർമ്മിക്കും. നമ്മുടെ രണ്ടുള്ളവരാണ്, ഒത്തിരി വ്യത്യസ്ത ജീവിതശൈലിയുള്ളവരാണ്, വ്യത്യാസമാണ്. അതൊക്കെ പരസ്പരം ഓർമ്മിപ്പിക്കായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവര് ഈ ഓർമ്മിപ്പിക്കാനായി മറന്നു പതിയെ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾ ആരോഗ്യം പോകുന്നത് ഒരു കാര്യത്തിന് ഒരു വഞ്ചി നിങ്ങൾ രണ്ടുപേരും രണ്ടറ്റത്തിൽ നിന്ന് തുടങ്ങാൻ പോകും. അതാണ് ഈ വഞ്ചിയുടെ രണ്ടറ്റത്തിൽ നിങ്ങൾ തുടങ്ങി ഒരു ദിശയിലേക്ക് തുടങ്ങിയെങ്കിൽ രണ്ടുപേരും
ശീലത്തോടെ തീരുമാനിച്ച് മുന്നോട്ട് പോകില്ല, പകരം ഇതുകൊണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ തോണിയുടെ അമരത്ത് ഈശോയും പരിശുദ്ധമ്മയും കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് തന്നെ നേർവഴി തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധമ്മയും ഈശോയും കൂട്ടുപിടിക്കുക. ജീവിതത്തിൽ ഒരു 5-10 മിനിറ്റ് ഒരു ദിവസം കണ്ടെത്തി പരസ്പരം സംസാരിക്കാൻ കണ്ടെത്താനായി പരിശ്രമിക്കാൻ സർവശക്തനായ നമുക്ക് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ കരുണയുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസനെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധിഷ്ഠിതമായ വിവാഹം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയിലും മരണം വരെ നിലനിൽക്കുന്ന ബന്ധമാണെന്നുള്ള ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് കിരൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയോടെ പൃഥ്വി നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. പൃഥ്വി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയോടെ കിരണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാകുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങൾ കിരൺ പൃഥ്വി മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വരം കൈനീട്ടണം. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നാഥനായ മാറിയോസേഫിന്റെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹ
വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories
they'll forever hold. And they say, hold on to this time we have, and let the light shine through. I'll be honest, I'm alright with me. Sunday mornings in my own bed sheets, I'll be waking up alone. I haven't thought of her for days. I'll be honest, it's better off this way. But every time I think that I can get you out my head, you never ever let me forget. 'Cause just when I think you're gone, hear a song on the radio. Just like that takes me back to the places we used to go. And I've been trying but I just can't fight it. When I hear it I just can't stop smiling. I remember you're gone, baby, it's just a song on the radio that we used to know. Ladies and gentlemen, എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവരുടെ സിദ്ധാന്തം വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സ്നേഹസമ്പൂർണ്ണമായ ഈ ഒരു ആഘോഷവേളയിലേക്ക് അതിഥിയെ സ്വീകരിച്ചുകൊണ്ട് അതിഥികളായി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ കടന്നു വന്നിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട പൃഥ്വി, അതുപോലെ തന്നെ കിരൺ, ഇരുവരുടെയും മനസ്സമ്മതത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷവേളയിലേക്കാണ്. അപ്പോൾ ആദ്യമായി തന്നെ ഇന്നത്തെ ഒരു ദിവസം എത്തിച്ചേർന്ന എല്ലാവരും ഒരുപാട് സ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആഘോഷവേളയിലേക്ക് സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ഈക്വലി വെയിറ്റിംഗ് ആണ് ഇതുവരെ ഈ ഒരു വേദിയുടെ നേരെ സാന്നിധ്യം അറിയിക്കുന്നത് കാണാനായിട്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ഒരുപാട് നേരത്തെ ആകാംക്ഷഭരിതമായ ആ ഒരു നിമിഷങ്ങളെല്ലാം തന്നെ പിന്നീടാക്കിക്കൊണ്ട് ഇതാ ഇരുവരും നമ്മളോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. സോ നമുക്ക് എൻട്രൻസിൽ ഒരു വാം വെൽക്കം എൻട്രി നൽകി അവർ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഡാൻസേഴ്സ് എന്ന തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ മനോഹരമായ നൃത്ത ചുവടുകളുടെ അകമ്പടിയോടെ ഏറ്റവും ഭംഗിയായത് ഇരുവരും നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടി അല്ലേ, നല്ലൊരു കയ്യടി നമുക്ക് സമാനമായി നൽകിക്കൊണ്ട് yes ladies and gentlemen, here comes the beautiful enchanting couple of the day, and it's none other than Prithvi and Kiran. So നല്ലൊരു കയ്യടി കൂടെ തന്നെ ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. You are my fire, the one desire. Believe when I say I want it that way. But we are two worlds apart, can't reach to your heart when you say that I want it that way. Tell me why ain't nothing but a heartache. Tell me why ain't nothing but a mistake.
my fire, the one desire you are. Don't wanna hear you say nothing, ain't nothing but a mistake. I never wanna hear you say, I want it that way. Tell me why ain't nothing but a heartache. Tell me why ain't nothing but a mistake. Tell me why I never wanna hear you say, I want it that way. Tell me why ain't nothing but a heartache. Ain't nothing but a mistake. Tell me why I never wanna hear you say, I want it that way. 'Cause I want it that way. ഇരുവരും നമ്മളോടൊപ്പം ഈ ഒരു വേദിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. കാരണം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ്. നമ്മുടെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം തന്നെ ഇന്നത്തെ ഒരു ദിവസമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. സോ ദ വെരി ഫസ്റ്റ് യെസ്, കൺഗ്രാറ്റുലേഷൻ ഡിയേഴ്സ്. ഒരുപാട് സ്നേഹത്തിന്റെ കൂടി തന്നെ ഒരു ഗ്രേറ്റ് ഡേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ്. സോ നമുക്കറിയാം വളരെയധികം പരിചിതരായ രണ്ട് വ്യക്തികളാണ് നമ്മളോടൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. എങ്കിൽ കൂടി ഇന്ന് അവരുടെ ദിവസമാണ്. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് തന്നെ ഔപചാരിയുടെ പേരിൽ മാത്രം ഇരുവരും നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. For that, we are moving on to some official introduction. At the very first, our beautiful, gorgeous bride of the day, Prithvi Simon. പൃഥ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാണങ്ങാടൻ ഫാമിലി മെമ്പറാണ്. She completed Bachelor of Pharmacy ആണ് ബിരുദം നേടിയിരിക്കുന്നത്. Currently working as manager at Life Pharmacy UI ആണ് വർക്ക് ചെയ്യുന്നത്. Right? Perfect. And moving on to the handsome groom of the day, Kiran Varghese. Officially കിരണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഴപ്പിണ്ടി ഫാമിലി മെമ്പറാണ്. And he completed Bachelor's degree in Mechanical Engineering ആണ് ബിരുദം നേടിയിരിക്കുന്നത്. Currently മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഷാർജയിൽ വർക്ക് ചെയ്തു വരുന്നു. റൈറ്റ്? പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻട്രോ പാർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ഫാമിലീസ് ആണ്. അപ്പൊ 100% ഇവർ രണ്ടുപേരും ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരു പെർഫെക്റ്റ് മാച്ചിങ് കപ്പിൾ ആയിരിക്കുമെന്ന് അംഗീകരിക്കുന്നത് നല്ലൊരു കൈയ്യടി കൊടുക്കാമോ പ്ലീസ്? യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. രണ്ടുപേരും 100% പെർഫെക്റ്റ് മാച്ചിങ് കപ്പിളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹബന്ധം നിലനിൽക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ കൂടി വിശ്വസ് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു ഷെയ്ക്കാനാവാം. യെസ്. സോ ഫൈനലി രണ്ടുപേരെ നമ്മുടെ വേദിയിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു വിവാഹ ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ വിവാഹ ദിനത്തിലായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളുടെ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ ഒന്ന് ചേർന്നത് രണ്ട് ഫാമിലി കൂടിയാണ്, അതായത് രണ്ട് കുടുംബം കൂടിയാണ്. അപ്പൊ ഒത്തിരി സ്നേഹത്തിന് കൂടി തന്നെ ഇവർക്ക് നൽകിയ അതേ കൈയ്യടികളൊക്കെ സമ്മാനമായി നൽകി അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇരുവരുടെയും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെയാണ്. അപ്പൊ ആദ്യമായി തന്നെ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിനെയാണ് കേട്ടോ. അപ്പൊ ഒത്തിരി സ്നേഹത്തിന് കൂടി തന്നെ നമുക്ക് ആദ്യം പപ്പേനെയും മമ്മേനെയും ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പപ്പ സൈമൺ PA റിട്ടയർഡ് പേഴ്സൺ ആണ്. ആൻഡ് പുഷ്പ MP, she was a beautiful homemaker. So നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് yes ladies and gentlemen, with a huge round of applause that we invite proud parents of Prithvi onto the stage. So very very warm welcome Papa and Mummy onto the stage and a kindly request to join please. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ കൂടി തന്നെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം അറിയിക്കുകയാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ളത് പൃഥ്വിക്ക് ഒരു സിസ്റ്ററാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ കൂടി തന്നെ സിസ്റ്ററിന്റെ ഫാമിലി നമുക്ക് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. സിസ്റ്റർ മേജർ പ്രശീല സൈമൺ MNS ഓഫീസറാണ്. കറൻലി പോസ്റ്റഡ് ഇൻ MH Naniket, Uttarakhand. And she married to Mr. Jason alias Paril, who is also a businessman. And they blessed with 2 kids, Master Adam Paril Jason and
Miss Elsa Pari Jesus. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് yes, here come the one and only beautiful sister of Prithvi, Mrs. Priscilla Simon and family on to the stage, ladies and gentlemen. So നല്ലൊരു കൈയ്യടി ആവാട്ടോ ചേച്ചിക്ക് ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ കൂടി തന്നെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. So very very warm welcome and thank you so much for joining. Yes. So finally നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫാമിലി വേദിയിൽ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. But still our stage is incomplete without Kiran's family members അല്ലേ? അപ്പോൾ കിരണിന്റെ ഫാമിലി മെമ്പേഴ്സ് കൂടെ വേദിയിൽ ജോയിൻ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു ഫാമിലി അതുപോലെ തന്നെ ഈ ഒരു വേദി കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ ഒത്തിരി സ്നേഹത്തോടെ കൂടി തന്നെ നെക്സ്റ്റ് ഞാൻ കിരണിന്റെ ഫാമിലിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പപ്പനെ മമ്മിയും തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പപ്പ വർഗീസ് F&B മാനേജർ ആണ്. മമ്മി പ്രീത, ഷി വാസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് വൈഫ്. സോ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് yes ladies and gentlemen, put your hands together for the proud parents of Kiran and with a huge round of applause. ഒരുപാട് സ്നേഹത്തോടെ കൂടി തന്നെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. കിരണിന്റെ സ്നേഹം നിറഞ്ഞ പപ്പയ്ക്കും മമ്മിക്കും സോ നല്ലൊരു കൈയ്യടി കൊടുക്കില്ല അവർക്ക് പ്ലീസ്. So very very warm to the beautiful guys over here. അപ്പോൾ ഇതിന് സ്നേഹത്തോടെ കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് പപ്പേനെയും മമ്മീനെയും ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. So very very warm welcome and once again thank you so much for joining. So finally കിരണിന്റെ സൈഡിൽ നിന്ന് പപ്പയും അമ്മയും ആ വേദിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലും നമുക്കൊരു സിബ്ലിംഗ് ഉണ്ട്, സിസ്റ്ററാണ് നമുക്ക് കിരണിനുള്ളത്. ഡോക്ടർ കാച്ചൽ ഡെന്റൽ ഡോക്ടറാണ് and married to Mr. Arumi Anthony, who is a businessman and have blessed with a baby boy, Master Ethan Arun Anthony. So നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് കിരണിന്റെ സിസ്റ്ററിനെയും ഫാമിലിയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So yes ladies and gentlemen, here comes the one and only young and beautiful sister of Kiran, Mrs. Kachal and family on to the stage. The huge round of applause. So നല്ലൊരു കൈയ്യടി കൂടെ തന്നെ കാച്ചലിന്റെ ഫാമിലി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. So very very warm welcome to the beautiful guys over here and the career request to join please. അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് സിസ്റ്ററും ഫാമിലി കൂടി വേദിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. I wanna feel your hands all over my body, so pull me in closer, 'cause I need you tonight, yeah. Feel my heart beating now, I'm burning for more. Am I flying or falling in your arms? Inside of me, the fire breathes, it
ਮੁੰਡੇ ਕੁੜੀਆਂ ਭੰਗੜਾ ਪਾਉਣ ਨੂੰ ਤਿਆਰ ਹੋ ਜਾਓ। Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose but all this to drink, I'm drowning in you. I can't help but think, what if I didn't know? Letting you let me go would leave me here alone, missing you. What if I didn't
wasn't done with me. എന്റെ ട്വിൻ ബ്രദറാണ് കിരൺ. തോന്നില്ലെങ്കിലും ഞങ്ങൾ ടിൻസ് ആണ്. പിന്നെന്താ കിരൺ ഞങ്ങളെല്ലാരും കിരപ്പൻ എന്നാ വിളിക്കാറ്. ഇവര് ടെൻസ് ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെയാണ് ടെൻസ് അങ്ങനെ എന്ന് പറഞ്ഞു ലക്കിയാണ്. പറഞ്ഞു പറയിപ്പിക്കല്ല, പക്ഷെ കിരൺ സൽഗുണ സമ്പന്നനും ലക്കി കിരൺ പറയാൻ പറഞ്ഞിട്ടില്ല പൊക്കി പറയണമെന്നോ ഒന്നും കിരൺ പറഞ്ഞിട്ടില്ല. പറയുമ്പോ ഞങ്ങളൊക്കെ ഡിഫറെന്റ് ഏജ് ഗ്യാപ്പാ. 5-6 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു പ്രായം വരെ എല്ലാരും കൂടി ഒരുമിച്ച് ഒളിച്ചുകളി, ബാഡ്മിന്റൺ ഇതൊക്കെ കളിച്ചേർന്ന ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കളിച്ചായിരുന്നത്. അതിൽ എന്ത് കളി കളിക്കാൻ വിളിച്ചാലും ആദ്യം ഓടി വരുന്നത് കിരണായിരിക്കും. പാവം പഞ്ചപാവം. അങ്ങോട്ട് അടിച്ചാൽ ചിലപ്പോൾ അടിക്കുമായിരിക്കും. അവൻ തല്ല് മേടിക്കും, ഇവിടെ തല്ല് കൊടുക്കും. വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ, വെരി പാവം, ഇന്നസെന്റ് ആയി തോന്നി, നല്ല ചിരി. ശരിക്കും പറഞ്ഞാൽ കിരപ്പന് നല്ല കിരപ്പനെ വെച്ച് നോക്കുമ്പോൾ നല്ല രസം. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ കസിൻസും ഒരുമിച്ച് കുറെ എല്ലാ പരിപാടിക്കും ഉണ്ടാവണ പോലെയാണ്. അപ്പോൾ ഒരാളും കൂടി അതിലേക്ക് വന്നു. ഇപ്പൊ ഡാൻസ് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻ എന്തിനെങ്കിലും ആണെങ്കിലും എല്ലാവരും ഒപ്പം പോവാ. അപ്പൊ അതിലേക്ക് ഒരാളും കൂടി കിട്ടി എന്നുള്ള പോലെ പൃഥ്വി വന്നപ്പോ എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല പൃഥ്വിയുടെ മാരേജ് ആയത്. ഇപ്പോഴും എനിക്ക് അവളൊരു കുഞ്ഞി അനിയത്തിക്കുട്ടി ആ ഒരു ഫീലാണ് എനിക്കിപ്പോഴും. അവള് എൻ്റെ അനിയത്തിക്കുട്ടിയാണേക്കാൾ കൂടുതൽ ഞങ്ങളുടെ തോട്ട് പ്രോസസ് ഓൾമോസ്റ്റ് സെയിം ആണ്, ഓൾമോസ്റ്റ് ഒരേപോലത്തെ വേവ് ലെങ്ത് ആണ്. ആരൊക്കെ ഗസ്റ്റ് ആയാലും ഞങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ബോട്ട്. ഞാൻ ചേച്ചിയുടെ കസിനാണ്. പറയാനെങ്കിൽ പൃഥ്വി ചേച്ചിനെ കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നായാലും ആൾ സംസാരിക്കും, പെട്ടെന്ന് ക്ലോസ് ആവും. പിന്നെന്താ ഭയങ്കര ഒരു ഇന്നസെന്റ് ക്യാരക്ടറാണ് പൃഥ്വി ചേച്ചിയുടെ എന്ന് തോന്നും. എനിക്ക് തോന്നും, പക്ഷെ ചേച്ചിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാത്തി ഒരു കാം കൂൾ പേഴ്സൺ ആണ്. പക്ഷേ കാര്യത്തോടടുത്ത ഷീ ഈസ് സോ ബോൾഡ്. കിരണിനെ ഞാൻ ഫസ്റ്റായിട്ട് കണ്ടത് അവർ മാരേജിന് വന്നപ്പോഴാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ കിരണിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് അവൻ്റെ ഇൻട്രോ. ഫസ്റ്റ് കിരണോട് സംസാരിച്ചത് തന്നെ എനിക്ക് മനസ്സിലായി ഇവര് രണ്ടുപേരും മേഡ് ഫോർ ഈച്ച് അതറാണ്. സോ അത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മനസ്സിലായിരുന്നു ഇവര് കല്യാണം കഴിക്കും. അപ്പോൾ ആ ഒരു വൈബ് ആ രണ്ടുപേരുടെ മാച്ചായിരുന്നു. വീട്ടിൽ കൂടുതലും സിസ്റ്ററാണ് നിന്നിട്ടുള്ളത്. ഞാനൊരു 12 years ആയിട്ട് പുറത്താണ്. പിന്നെ അതിന് മുകളിലുള്ള ചൈൽഡ്ഹുഡിൽ ഈ എല്ലാ വീട്ടിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റിമോട്ടിലുള്ള പിടിവലിയും എല്ലാം ഉണ്ടായിരുന്നു. അതർവൈസ് കുറച്ചും കൂടി കാം ആയിട്ട് ഡീൽ ചെയ്യുന്നത് അവളാണ്. ഞാനാണ് കുറച്ച് വയലന്റ്. ചെയ്യാൻ ഇഷ്ടമുള്ളത് പുള്ളിക്കാരത്തേക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സും ബേക്കറിയാണ് അവളുടെ മെയിൻ. ഞങ്ങൾ ചെറുപ്പത്തിൽ പറയായിരുന്നു അവളെ ബേക്കറിക്കാരനെ കൊണ്ട് കിട്ടിക്കുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം. പിന്നെ എൻ്റെ കൂടെ കുസ്തി കൂടുക, അതാണ് ഞങ്ങളുടെ മെയിൻ. സ്റ്റാർട്ടിങ്ങിൽ ഉള്ള വൈബ് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. കിഡ്സ് ആയാലും ബാക്കി എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ലൈഫിൽ. അപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടുപേരും ആ ഒരു സിങ്ക് ഉണ്ട്. ഇപ്പോൾ കിരണിനെ പറ്റി പറയണമെങ്കിൽ അവനെപ്പോലെ ഒരു മകനെ എനിക്ക് കിട്ടില്ല, ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം അവൻ അത്രയും അഫെക്ഷനേറ്റനാണ്. പ്രത്യേകിച്ച് അവനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളോട് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള അവൻ്റെ കൂടെ സഹകരിക്കുന്ന അവനെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ പഠിച്ച കുട്ടികൾ ഒരിക്കലും അവനെ മറക്കാറില്ല. കാരണം അവൻ്റെ പെരുമാറ്റവും അവരോടുള്ള സമീപനവും അവരോടുള്ള ഹെൽപ്പിംഗ് ആൻഡ് കൈൻഡ്നെസ്സും ഒരുപാട് കൂടുതലാണ്. കൈൻഡ്നെസ് ഒരുപാട് കൂടുതലാണെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ കുറയ്ക്കാൻ വേണ്ടി പറയാം. പക്ഷെ എന്നാലും അങ്ങനെ അവൻ ആ നേച്ചർ അങ്ങനെയാണ്. എവിടെയായാലും ഒരു ലീഡർഷിപ്പ് എടുക്കാനുള്ളൊരു കഴിവ് അവനുണ്ട്. അതിൽ എല്ലാവരും അവനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലോ അവൻ വളരെ ബ്രില്യൻ്റാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഏത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയായാലും അവൻ അതിന്ന് സ്വയം പ്രയത്നത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോരുന്നത് കണ്ടിട്ടുണ്ട്.
പ്രത്യേകിച്ച് അവൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് പോയി. ഭാഷ പോലും അറിയാത്ത അവൻ അവിടെ പോയിട്ട് അവിടെ വർക്കിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരു സ്തംഭിച്ചു പോയി. ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയും കഴിവാനുണ്ടായോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴാണ് ഇങ്ങനെ സന്തോഷിച്ചത്. അങ്ങനെ അവനെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അവൻ ഞങ്ങളുടെ ഒരു സ്വത്താണ്. നമ്മുടെ ജീവിതം തന്നെ അവന് വേണ്ടിയിട്ടും. മോളുണ്ട്. നമുക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അവനോട് തുറന്നു പറയാം. അവന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അതായിട്ട്. അപ്പൊ അത് അങ്ങനെ കിട്ടിയ മകനെ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങനെ മകളെ പറ്റി പൃഥ്വിനെ പറയുകയാണെങ്കിൽ അവന് യോജിച്ച ഒരു വൈഫ് തന്നെയാണ് അതായിട്ട്. എല്ലാ കാര്യങ്ങളിലും സ്വഭാവത്തിലായാലും ചായയിലും കുറെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പറഞ്ഞെങ്കിൽ പൃഥ്വിക്ക് അല്ലെങ്കിൽ ഇവനെ പൃഥ്വി കിട്ടിയതും പൃഥ്വിക്ക് ഇവനെ കിട്ടിയതും എന്തോ ദൈവാനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള. അവർ ഭാഗ്യം ചെയ്ത കപ്പിളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലേ മൂന്നാമത്തെ വർഷമാണ് അവർ ക്യാരി ആയത്. അതിന് 3 പ്രാവശ്യം മിസ്കാരേജ് പോയി. അപ്പോൾ പിന്നെ അത് ഞങ്ങൾക്ക് ദൈവം എന്തോ അത് ഒന്നിന് പകരം 2 ഒരു സമയത്ത് ഒരുമിച്ച് കിട്ടി എന്നാണ് ഒരു സന്തോഷ വാർത്ത. പക്ഷേ ഞങ്ങൾ അവർ അസഖ്യമേലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ഞാൻ രാത്രി ജോലി എനിക്ക് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ ഇതാ തനിച്ചാകും വീട്ടിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ പോന്നു. എന്തായാലും അവർ 96 10 മാസം 6-ാം തീയതി അവർ പുറത്തേക്ക് വന്നു. 2 പേരും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ആരോഗ്യമൊക്കെ നല്ലതായിരുന്നു. അവർ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ നാട്ടിലേക്ക് വിട്ടു. പിന്നെ എല്ലാ വെക്കേഷനിലും അവിടെ വരുമായിരുന്നു. ഞങ്ങള് അവളുടെ ഒരു മരുമകളായിട്ടല്ല കാണുന്നത്, സ്വന്തം മോളുടെ പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എൻ്റെ മൂന്നാമത്തെ മകൾ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെയായിരിക്കും. അവള് ഭയങ്കര പോസിറ്റീവാണ്, എപ്പോഴും ചിരിച്ച് ഫേസ് ആയിട്ടുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന മെന്റാലിറ്റി ഒരു ടൈപ്പ് ആളാണ് അവള്. അത് അവളൊരു അനുഗ്രഹം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് തിരിച്ചും അവൾക്കും കിരണെ കിട്ടിയത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കിരणे പറ്റി ഞങ്ങൾക്കറിയാം. അപ്പോൾ കിരൺ അവളെ പൊന്നുപോലെ നോക്കുന്നതും ഞങ്ങൾക്കറിയാം. എന്തായാലും 2 പേരും ഒരു നല്ല യോജിച്ച കപ്പിളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം